എൻ്റെ പേര് ഷൗക്കത്ത്. എനിക്ക് 4 മക്കളുണ്ട്. 4 മക്കൾ എനിക്ക് സംരക്ഷണം ഒന്നും തന്നെ ഇല്ല. ഞാൻ പുത്തുമകളുടെ വീട്ടിലാണ്. പുത്തുമകൾ ഒരു സുഖമില്ലാത്ത ഒരു രോഗിയും കൂടാണ്. ക്യാൻസർ രോഗി, ഡൂമർ അസുഖമുള്ള ഒരു കുത്താണ്. എൻ്റെ എന്ത് പ്രശ്നം വന്നാലും ഏത് പ്രശ്നം വന്നാലും ഞാൻ ആ കുത്തിൻ്റെ വീട്ടിൽ കല്ല് പിടിക്കൊണ്ടിരുന്നേന്ന്. ഈ വിവരം നാട്ടുകാരന്ന് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വന്നു. എസ് ഐ പാർട്ടി ഞാനെ കൊണ്ടുവന്ന് കരുനാഗപ്പള്ളി താലൂക്ക് ആസ്പത്രിയിലും അഞ്ച് എനിക്കൊരു സംരക്ഷണം ഇല്ല. 4 മക്കളിൽ നിന്ന് എസ് ഐ വിളിച്ചിട്ടും പോലീസുകാർ വിളിച്ചിട്ടും അനുസരിക്കാത്ത 4 മക്കളുമാണ്. ആ എസ് ഐക്ക് ചോദിച്ചാൽ എല്ലാ എസ് ഐക്കും മനസ്സിലായിട്ടുണ്ട് 90%. പക്ഷേ എനിക്ക് അഭയം കിട്ടണം. ഞാൻ പാസ്പോർട്ടിലേക്ക് വയ്ക്കുക. ഞാൻ ആഹാരം കഴിച്ചിട്ട് 4 ദിവസമായി. എന്നെ സംരക്ഷിച്ചാൽ ആരുമില്ല. ഒരു ന്യായം മരിച്ചാൽ ആരുമില്ല. ഒരു മുടിയം വായിച്ചാൽ ആരുമില്ല. എനിക്ക് യാതൊരു മാർഗവും പറയുകയില്ല. വ്യക്തിയാണ് സാധാരണ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു പരിഹാരം എത്രയും പെട്ടെന്നോട്ടൊക്കെ എനിക്ക് പരിഹാരത്തിലേക്ക് എത്തിക്കണോ. കൊല്ലം കരുനാഗപ്പള്ളി കടത്തൂർ സ്വദേശിയായ 85 വയസ്സുകാരൻ ഷൗക്കത്ത് അലിക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നത്. 4 മക്കളാണുള്ളത്. 2 പെൺമക്കളും 2 ആൺമക്കളുമാണ്. ഇവരെയൊക്കെ കല്യാണം കഴിപ്പിച്ചയച്ചും അവർക്ക് വേണ്ട സ്വത്തുക്കളൊക്കെ കൊടുത്തതിന് ശേഷം പിന്നീട് വാടക വീട്ടിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിലാണ് രോഗം മൂർച്ഛിച്ചതുമൊക്കെ. മകളുടെ വീട്ടിലാണ്. ഇവിടുത്തെ സ്ഥിതിയും വളരെ ദയനീയമാണ്. ഇവർ തന്നെ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഷൗക്കത്തിൻ്റെ മക്കളൊക്കെ നല്ല നിലയിൽ ജീവിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കൊച്ചുമകളുടെ വീട്ടിൽ വന്ന് താമസിക്കേണ്ട ഗതികേട് എത്തിയിരിക്കുന്നത്. ഇവിടെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബമാണ്. ഈ മകൾ തന്നെ രോഗബാധിതയാണ്. ഇത്തരത്തിലൊരു ദയനീയ അവസ്ഥയിൽ കഴിയുന്ന കുടുംബം ആണിപ്പോൾ ഷൗക്കത്തിനെ സംരക്ഷിക്കുന്നത്. മറ്റു മക്കളൊക്കെ നല്ല നിലയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മക്കളുടെ അടുത്തേക്ക് ഷൗക്കത്തിനെ എത്തിച്ചെങ്കിലും പക്ഷേ അവർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതിൽ 4 മക്കളിൽ ഒരാൾക്ക് കണ്ണ് കാണില്ല. ബാക്കി 3 പേരും നല്ല നിലയിലാണ് താമസിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ കരുനാഗപ്പള്ളി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പൈൽസ് ബാധിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുഹ്യഭാഗത്തും ഗുരുതരമായി ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ സർജറി നടത്തണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ കൂടെ നിൽക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഈ സർജറി നടത്താത്തത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അനുഭവം. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അദ്ദേഹം പറയുന്നു. കരുനാഗപ്പള്ളി പോലീസ് ഈ മക്കളെ വിളിച്ച് ചോദിക്കുന്നു. പക്ഷേ മക്കൾക്കാർക്കും ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മുടന്തൻ ന്യായമാണ് പറയുന്നത്. മൂത്ത മകൻ സിയാദ് വവ്വാക്കാവിൽ ഇറച്ചി കച്ചവടക്കാരനാണ്. അദ്ദേഹം നല്ല നിലയിലാണ് താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മകളുണ്ട്. മകൾക്കും നല്ല സാമ്പത്തിക ഭദ്രതയുള്ളതാണ്. അവിടെ പോയിട്ടും സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മുടന്തൻ ന്യായമാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു കാര്യവുമില്ലെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് മറുനാടൻ ഇക്കാര്യം അറിയുന്നതും തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതും. ഇത് ആരും നോക്കാനില്ലാത്ത സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതും സംരക്ഷണം നൽകിയതും. ഇദ്ദേഹത്തിന് അസുഖം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ഈ മക്കൾ നോക്കുമെന്ന് ഇവരോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിനൊന്നും ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ കാൽസ്യം കുറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ആശുപത്രിയിൽ പോകണം. കൂടാതെ ഈ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് കൊണ്ടും കൃത്യമായ ചികിത്സ നൽകണം. എത്രയും വേഗം സർജറി നടത്തണമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും കഴിയുന്നില്ല. ഈ മക്കൾ നോക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്തായാലും ഈ 85 വയസ്സുകാരനായ ഷൗക്കത്ത് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ക്യാൻസർ അല്ലേ ആദ്യം പോലെ അതിപ്പോൾ വന്നു വല്ലാത്ത രീതിയിൽ പിടിച്ച് നിൽക്കാനൊക്കാത്ത രീതിയിലൊക്കെ വളർന്നത് വലിയ പ്രശ്നങ്ങളുമായി. എനിക്ക് 4 മക്കളുണ്ട്. എൻ്റെ ഈ 4 മക്കളൊന്നും എനിക്ക് യാതൊരു പ്രയോജനങ്ങളും ഈ 4 വർഷം കൊണ്ട് എനിക്കില്ല. എൻ്റെ മോന് കാര്യമോ കേൾക്കുകയോ സംരക്ഷണയോ അന്വേഷണങ്ങളോ യാതൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ്. എന്നെ സഹായിച്ചാൽ ആരുമില്ല. എൻ്റെ മോൻ്റെ മോടെ കൂടായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് എൻ്റെ കരുനാഗപ്പള്ളി വന്ന് എല്ലാ വിവരങ്ങളും അറിഞ്ഞ് കണ്ട് കേട്ട് നാട്ടുകാർ കൂടി എല്ലാം ഇവിടെ കൊണ്ടാണ് അഡ്മിറ്റാക്കിയത് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ. അല്ലാതെ പോലീസ് സ്റ്റേഷനിലെ SIM 10-30 പ്രാവശ്യം അവിടെ 3 പേരെയും വിളിച്ച് അവർ വന്നതുമില്ല, ചെന്നതുമില്ല, വച്ചില്ല. വരാത്ത കണ്ടീഷനിലാണ് നിൽക്കുന്നത്. SIM പറഞ്ഞ് അങ്ങനെയുള്ള നീക്കത്തില്ല. ഒരാൾ കാരുമ്പോട്, ഒരാൾ കാപ്പന്, ഒരാൾ വവ്വാക്കാവ്, 2 പേരും വവ്വാക്കാവ്. ഒരു മോനും വവ്വാക്കാവില്ല, ഒരു മോന് കാപ്പന്. ആരുമില്ല ഇതുവരെ. മര്യാദ ഗുളി വെച്ച് കുറിച്ച് ആ ഗുളിയെ സമയം ഞാൻ വായിച്ചില്ലേ. ഇതിന് സഹായിച്ചാലുള്ള മാർഗവും കഴിവില്ല.
എൻ്റെ ഒരു മോനുണ്ടായിരുന്നു, കണ്ടു കാണാൻ വയ്യ. ഭൂമി കലർത്തി പിച്ചെടുക്കാൻ മാർഗമില്ല, കാലിൻ്റെ ഹോളിൽ ക്യാൻസർ കൂടി അത് രണ്ടും നശിച്ചിരിക്കുക. ഇറക്കാനും വയ്യ, പിച്ചെടുക്കാനും വയ്യ, കണ്ടു കാണാൻ വയ്യ. ഒരു കണ്ണ് നഷ്ടപ്പെട്ട് ഒരു കണ്ണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ മോൻ്റെ അവസ്ഥ അതാ. അയാളുടെ കൂടാനുണ്ട്. അങ്ങനെ അയാളുടെ മൂത്ത മോളും എന്നെ വിളിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയത്. അങ്ങനെ ആ വീട്ടിൽ വെച്ചെനിക്ക് അസുഖം കൂടി സഹിക്കണമായ പ്രശ്നം അയാളുടെ നാട്ടിൽ പൈസ എല്ലാം കൂടി ഉതർത്തില്ല. ശരി അവിടെ വന്നിട്ട് കണ്ണിൽ കയറ്റ എഴുതി നോക്കാൻ അതേപോലെ കണ്ണ് കയറ്റ സംസാരിച്ച് പോയി. അത് ഇറങ്ങാതെ കയറാതെ നോക്കാത്ത ഒരു ഫ്ലാറ്റാണ് ചോദിച്ചത്. വാടകയാ. എൻ്റെ മോനോട് അല്ല വാടകയെ ശ്രമിച്ചിരിക്കുക. നാശമുള്ള എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള വീടും വകയും താമസവും ഒക്കെ ഉണ്ട്. അല്ല, ഇപ്പൊ ഉപ്പയുടെ പഴയ വീടും സ്ഥലമൊക്കെ എന്ത് ചെയ്യേ നേരത്തെ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നേ? കൊണ്ടാൽ എനിക്ക് വീട് സ്ഥലമൊക്കെ അവരുടെ മക്കൾക്ക് ഓടിച്ചേ. ഇല പോക്കി അത് 25 സെന്റ് ഭൂമി 5000 സ്വർണവും ബംഗാളൊക്കെ എല്ലാം കൊണ്ട് എത്തിച്ചതാ. എൻ്റെ മൂത്ത നോക്കൊണ്ട് ഞാൻ കൊണ്ടുവന്ന വായിച്ചാൽ ഇതിൽ കിടക്കുന്ന വികസനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഞാൻ മെഞ്ഞാണ് 3 വയസ്സ് സമയത്തോളം ഞാൻ അത് 6 മണിയോടെ മലയാളത്തോട് രാജ്യം അറിയാൻ പറ്റുന്ന കുഞ്ഞെ കൂടെ ഈ 3 വീട്ടിൽ ചെന്ന് എൻ്റെ വീട്ടിൽ കയറ്റിയില്ല. അത് എൻ്റെ വീട്ടിൽ കയറ്റിയില്ല. എൻ്റെ ആ കുഞ്ഞിനെ 1800 രൂപ ഓട്ടോക്കൂലി കൊടുത്തത് എൻ്റെ മോൻ്റെ മോളാണ്. 1800 രൂപയുടെ ഓട്ടോ ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ പോയിട്ടാണ് 4 ദിവസം ഈ 3 വീട്ടിലും എന്നെ അംഗീകരിച്ചില്ല. അവർ ഞാൻ എന്തോ ചെയ്തിട്ടാണ്. ഞാൻ അവിടെ പിടിച്ചു മേടിച്ചു. അവിടെ സംഭാഷണങ്ങളില്ല, ഞാൻ സമ്മേടിച്ചോ. ഞാൻ ചെയ്യുന്നത് കുറ്റമായി പോയി. ലോകത്തിക്കുന്ന അവസ്ഥ വേറെ ആൾക്ക് കൊടുക്കണ്ടേന്ന് ഞാൻ പറയുകയാണ്. ഒരു മാർഗവും വികസിയില്ലേ. ഇപ്പോഴേ ഒരു ഫീസ് ഒരു അടച്ചിട്ടില്ല. ആ അവസ്ഥ ചിലക്ക് അവിടെ ആസ്വദിച്ചില്ലേ. മക്കൾക്ക് എല്ലാം എഴുതി കൊടുത്തു, അവസാനം മക്കൾക്ക് വേണ്ടതായി അല്ലേ? അതെ, അത് എല്ലാവർക്കും അറിയാത്ത സക്സസാ. എന്തായിരുന്നു ജോലി നേരത്തെ? എനിക്ക് നേരത്തെ എറണാകുളം മാർക്കറ്റിൽ പച്ചക്കറി കച്ചവടമായിരുന്നു എൻ്റെ വാപ്പായ്ക്ക് വേദിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് എർച്ചക്കട ലീഫിൻ്റെ വഴി ഉണ്ടായിരുന്നത്. ലീഫിൻ്റെ വഴിയിലൊക്കെ നിശ്ചിത കൊണ്ട് ഞാൻ തള്ള മരിച്ചത്. എൻ്റെ ഭാര്യ മരിച്ച്, എൻ്റെ തള്ള മരിച്ച്, എൻ്റെ അച്ഛൻ മരിച്ച്. ഞാൻ അനാഥയായി. അതുപോലെ എനിക്ക് എൻ്റെ അവസ്ഥ ഇതാണ്. എന്തായാലും ആയ കാലത്ത് ഇദ്ദേഹം നല്ല രീതിയിൽ ജോലിയെടുത്ത് ഈ മക്കളെ വളർത്തി വലുതാക്കിയതാണ്. അവർക്ക് വേണ്ട സ്വത്തുക്കളൊക്കെ കൊടുത്തതാണ്. ആദ്യം കരുനാഗപ്പള്ളി മാർക്കറ്റിൽ പച്ചക്കറി കച്ചവടമായിരുന്നു, പിന്നീട് ഇറച്ചി കച്ചവടമായി. ഇതിനിടയിൽ ഭാര്യ മരിച്ചുപോയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു, മാതാവ് മരിച്ചു. പിന്നീട് അദ്ദേഹം ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അധികൃതർ എത്രയും വേഗം തന്നെ ഇടപെടണം. കരുനാഗപ്പള്ളി ആശുപത്രിയിൽ തുടരുകയാണ്. ഇദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് തന്നെ 2 ദിവസമായി എന്നും പ്രതികരിച്ചിട്ടുണ്ട്. അടിയന്തരമായി ജനപ്രതിനിധികളോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകരോ ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ വേണ്ട ഒരു സംരക്ഷണം നൽകണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.